4 പേര് വട്ടം പിടിച്ചാൽ വീതി ഇല്ലാത്ത ഇവിടെ മാത്രം ചങ്ങനാശ്ശേരി വീതി ഉണ്ട്. പാർത്താസിന്റെ പകുതി പോയി. അസാധ്യ ടേസ്റ്റ് ആണ്. ഇത് പച്ചടതി കൊണ്ടൊക്കെയാ പണിത് വെച്ചേക്കുന്നത്. ഹലോ കൂട്ടുകാരെ, ട്രാവൽ ആൻഡ് ടൂർസിന്റെ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ട്രാവൽ ആൻഡ് ടൂർസിന്റെ കറുകച്ചാൽ വിശേഷങ്ങൾ ഇവിടെ വീണ്ടും തുടങ്ങുകയാണ്. എപ്പിസോഡുകളായിട്ട് നിങ്ങളെ കറുകച്ചാൽ മൊത്തം മുഴുവൻ നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പം ട്രാവൽ ആൻഡ് ടൂർസിന്റെ ഈ പ്രോഗ്രാം പുതിയ രീതികളുണ്ട്, അതായത് സമ്മാനങ്ങളുണ്ട്, പുതിയ കളികളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പ്രോഗ്രാമിലോട്ടപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ട്രാവൽ ആൻഡ് ടൂർസിന്റെ അടിപൊളി സമ്മാനങ്ങളും കുസൃതി ചോദ്യങ്ങളുമായിട്ട് നാട്ടുവിശേഷങ്ങളുമായിട്ട് കാണാൻ ബാ. സുഹൃത്തുക്കളെ, കറുകച്ചാൽ അണിയറപ്പടിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി കരിക്കൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കറുകച്ചാലിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി കരിക്ക്, അതായത് നമ്മളെ വെയിലത്തൊക്കെ വന്നാൽ നമ്മളെ തണുപ്പിക്കാൻ വേണ്ടി കരിക്കുണ്ട്, സംഭാരമുണ്ട്, നാരങ്ങാവെള്ളമുണ്ട്, അതുപോലെ എന്നാണ് ജ്യൂസ്, എന്തൊക്കെയോ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ആ ചേച്ചിയുടെ കടയാണ്. ഈ കടയുടെ പേര് ജസ്നാമോള്. ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു റാണി. അപ്പം റാണി ചേച്ചിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരു കരിക്ക് ഞങ്ങൾ ചേർത്തി കുടിക്കാൻ പോകും. എന്നിട്ട് ഞങ്ങൾ പറയാം. ഒരു കരിക്ക് എടുത്ത ചേച്ചി. ഈ കരിക്കൊക്കെ എവിടെ ചേച്ചി വരുന്നത്? കരിക്കുന്ന പാലക്കാട് നിന്ന് വരും. നാടനും കിട്ടും. നാടൻ വന്നാൽ എവിടുന്ന് കിട്ടിയ നമ്മുടെ തീർന്നല്ലോ, കരിക്ക് തീർന്നല്ലോ. നല്ല ചെലവാ കേട്ടോ ഇവിടെ കരിക്കിനൊക്കെ. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. അതുപോലെ നമ്മളെ കരിക്ക് വെള്ളം കുടിക്കുമ്പം ഇതുണ്ടോ, ഇതുകൂടെ കഴിച്ചാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അസാധ്യ ടേസ്റ്റാണ്. അണിയറപ്പടിയിലെ അണിയറയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 4 സഹോദരങ്ങൾ, ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ ചേർന്ന് നടത്തുന്ന ഈ കടയും അവരുടെ ഭാര്യമാരും കൂടെയാണ് ഇവിടെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടുകുടുംബം എന്ന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാനും അത് നിങ്ങളെ കാണിക്കാനും കാരണം. നമ്മൾ അവരുടെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും അതിലേക്ക് പോവാം. ബാ. അണിയറയിലെ വിശേഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിന്റെ സാരഥി ഇവിടെ നിൽപ്പുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരമുണ്ട്. എന്നാണ് വിശേഷമൊക്കെ? വിശേഷം രാവിലെ തുറന്നിങ്ങനെ പരിപാടിയിലേക്ക് കിടക്കും. തുറന്നു വരുന്ന ഭാഗം അല്ലേ? പേരൊന്ന് പറയാം. മധു. മധു ചേട്ടാ, അപ്പൊ ഞങ്ങൾ ഈ അണിയറയിലെ കറുകച്ചാൽ വന്നപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ സാധിച്ചു. ഈ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരിലോട്ടും കൂടെ എത്തിക്കുക, അതാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. വിവരങ്ങളെല്ലാം അറിഞ്ഞു വന്നതാണ്. കംപ്ലീറ്റ് ഷോപ്പാണെന്നും ഇവിടെ നിങ്ങൾ കൂട്ടുകുടുംബമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ കാഴ്ചകളും എല്ലാം ഞങ്ങളെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും മധുചേട്ടൻ പറഞ്ഞു. കൂട്ടുകുടുംബമായ ഞങ്ങള് 4 ആണുങ്ങളായിരുന്നു. അതിൽ മൂത്തചേട്ടൻ മരിച്ചുപോയി. അവരുടെ പെണ്ണുങ്ങളുണ്ട്. ചേട്ടൻ ഇതാണ്. പുള്ളിയാണ് പ്രസ്ഥാനത്തിന്റെ തുടക്കം. അച്ഛനാണെന്ന് പറഞ്ഞാൽ ചേട്ടനാണ് എല്ലാം തുടക്കം വെച്ചല്ലേ. ചേട്ടൻ മരിച്ചു 11 വർഷമായി. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അതുപോലെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ചേട്ടൻ്റെ വൈഫ് ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. കുഴപ്പമില്ലാതെ, വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ പോകുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഒരു കൂട്ടുകുടുംബത്തോടെ ചേട്ടനിയന്മാരും അവരുടെ ഭാര്യമാരും എല്ലാം കൂടെ ഒരുമിച്ച് നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന്റെ വിജയം, ആ കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അത് ചേട്ടാ, നമുക്കെല്ലാം ഒന്ന് കണ്ടാലോ? ഇതുണ്ടോ, ഇവിടെ തന്നെ ആട്ടിയെടുക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇതുണ്ടോ, പെർഫ്യൂം എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് പെർഫ്യൂമും ഉണ്ട്. അതുപോലെ ക്രീമുകളുണ്ട്. ഇതുണ്ടോ, ഹെയർ ഡൈ, ഷാമ്പൂ ഐറ്റംസ് എല്ലാം ഉണ്ട്. അവിടെ നൂഡിൽസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, റസ്കുകൾ, അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയതുണ്ടോ, അച്ചാറുണ്ട്, അതുപോലെ ഉണ്ട് ജാമ്, കാഷ്നട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ബദാം, ഉണക്കമുന്തിരി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നോക്കിയേ, നമ്മുടെ അണിയറ സ്റ്റോഴ്സിലൊരു കസ്റ്റമറെ പരിചയപ്പെടാം. ആ പേരെന്ന് പറയാമോ? എന്റെ പേര് പ്രണവ്. എവിടെ താമസിക്കുന്നത്? എന്റെ വീട് ഈ കടയ്ക്ക് അടുത്താണ്. 100-150 മീറ്റർ മാറി. അതല്ലേ? ഇവിടെ മിക്കവാറും വരുമോ? ഇവിടെ സ്ഥിരമായിട്ട് ജനിച്ച നാട് തൊട്ട് നമ്മൾ ഇവിടുത്തെ അണിയറ സ്റ്റോഴ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? എല്ലാം കിട്ടുന്ന ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാം ഉണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന
അതെ നമ്മൾ ഫാമിലിപരമായിട്ട് ഫുള്ള് ഇവിടെ വന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അണിയറയിലെ കാഴ്ചകൾ കാണാൻ തന്നെ ഉണ്ട്. ഇതുണ്ടോ, ബൂസ്റ്റ് മുതൽ ഹോർലിക്സ്, ബോൺവിറ്റ് എല്ലാ ഐറ്റംസും, കുട്ടികൾക്കുള്ള സ്വീറ്റ്സ്, കിറ്റ്കാറ്റ് മുതൽ എല്ലാം ഉണ്ട്. ഡയറി മിൽക്ക്, പെർക്ക് എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ മൊത്തം ബിസ്ക്കറ്റുകൾ, ഓരോ ടൈപ്പ് എല്ലാ വെറൈറ്റി ബിസ്ക്കറ്റും ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ സ്നാക്സ് ആണ്, സ്നാക്സുകളെല്ലാം ഉണ്ട്. കണ്ടോ, എല്ലാ ഐറ്റം സ്നാക്സും ഉണ്ട്. എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നുമില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റ്, അണിയറ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ടാങ്കികളും കാര്യങ്ങളും ഒക്കെ മറ്റേ പൗഡറുകളാണ്. അതുപോലെ ജാമ്, എൻ്റെ പോലെ ഒരു രക്ഷയില്ല കേട്ടോ. ജാമുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, കാഷ്നട്ട് ഉണ്ട്, അതുപോലെ ഉണക്കമുന്തിരി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ മാഗി, അതുപോലെ എല്ലാ സാധനവും ഉണ്ട്. റസ്കുകളാണ്. അണിയറയുടെ കറി പൗഡറിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോ, മുളക് പൊടിയാണ് അണിയറയുടെ. അത് മുളക് പൊടി മാത്രമല്ല, എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഉണ്ട്. മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്. ഓക്കെ, പൊടിയെല്ലാം പുട്ടുപൊടി, അരിപ്പൊടി, എല്ലാ സാധനവും നമുക്ക് അണിയറയുടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ കടല, പരിപ്പ്, പയർ, ആ ഒരു ഐറ്റംസാണ് ഇവിടെ മുഴുവൻ കാണാനുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പാക്കറ്റ് പൗഡറാണ്. നിറപറ, ഏഷ്യന്, ചിക്കൻ റേഷേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ. അത് തന്നെ ഒരു സംഭവമുണ്ട്. ഇത് കേട്ടോ, പഞ്ചസാര തൊട്ട് ഇവിടെ അടുക്കി വെച്ചേക്കാണ്. ഇവിടെ തുടങ്ങുവാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, നാടൻ രുചിക്കൂട്ട് കറി പൗഡറുകളും പാക്കറ്റാണ്, അരിപ്പൊടി എല്ലാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീമാണ്. കണ്ടോ, കുട്ടികൾക്കായിട്ടുള്ള ഐസ്ക്രീമുകൾ തീർന്നിട്ടില്ല. ഇത് കണ്ടോ, അടുത്ത സെക്ഷൻ. ഓരോ സെക്ഷനായിട്ടാണ് അണിയറയിലെ കാഴ്ചകൾ. ഒരു കംപ്ലീറ്റ് ഷോപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ അണിയറയിലെ എല്ലാ കാഴ്ചകളും. നമ്മുടെ അണിയറ സ്റ്റോഴ്സിന്റെ മൂന്നാമത്തെ സഹോദരനെ പരിചയപ്പെടാൻ പോവാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നാ വിശേഷമൊക്കെ? പേരൊന്ന് പറയാമോ? പേര് സുരേഷ്. എന്നാണ് വാർത്തകളൊക്കെ? വാർത്തകൾ ബിസിനസ്സുമായിട്ട് ഇങ്ങനെ ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് കേട്ടോ. കിട്ടുന്നില്ല, ഇപ്പൊ ഓടിച്ചിട്ട് പിടിച്ചാണ്. അപ്പം പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം കാര്യം? കച്ചവടം നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു അല്ലേ? എന്തായാലും വളരെ നന്ദി. അണിയറയുടെ നാലാമത്തെ സഹോദരനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? പോകുന്നു. പേരൊന്ന് പറയാമോ? എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല പോകുന്നു. എല്ലാവരും നല്ല തിരക്കാട്ടോ. ഇവരൊക്കെ ഓടിച്ചിട്ട് വേണം നമുക്കൊന്ന് പിടിച്ചൊന്ന് പരിചയപ്പെടാനായിട്ട്. നമ്മുടെ ബിസിനസ്സും ഇതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? നമ്മളൊരു 14 വർഷം മുമ്പിൽ തുടങ്ങിയ പരിപാടിയാണ്. ചെറുതായിട്ട് തുടങ്ങിയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. പ്രഷറെ ഇതൊക്കെ കണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ ജ്യേഷ്ഠാനിയന്മാരുടെ കൂട്ടായ്മയാണ് ഈ അണിയറ സ്റ്റോഴ്സിന്റെ ഈ കംപ്ലീറ്റ് ഷോപ്പിന്റെ വിജയം തന്നെ. മുളകാണ്, കഴുകി വൃത്തിയാക്കുവാണ്. കഴുകി വൃത്തിയാക്കിയ മുളക് കണ്ടോ, ഇവിടെ ഇട്ട് വെള്ളം തോർന്നതിന് ശേഷം അത് ഇതിലൂടെ നേരെ താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ അവിടെ ഉണക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെയാണ്. അവിടെ ഉണക്കി പൊടിക്കുന്ന പ്രോസസ്സിംഗ് ഒക്കെ തൊട്ട് താഴെയാണ് കാര്യങ്ങളൊക്കെ. അവിടെ ഇവിടെ വീഴുന്നുണ്ടോ? അപ്പൊ പ്രേക്ഷകരെ, അണിയറയിലെ വറുത്ത് പൊടിക്കൽ നമുക്കൊന്ന് കണ്ടാലോ? ഇവിടുത്തെ വറക്കലും പൊടിക്കലും ഇടിക്കലും അതിന്റെ പ്രവർത്തനങ്ങളും മെഷീനറീസ് എല്ലാം നമുക്ക് പരിചയപ്പെടാം. മതി ചേട്ടാ, എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇത് തന്നെ സംഭവം. ഇത് നമ്മളെ അരിപ്പൊടി വറക്കുന്ന മെഷീനാണ്. അരിപ്പൊടി വറക്കുന്ന അപ്പൊ അതിന്റെ സെക്ഷൻ. അടുത്തത് ഇത് മുളക്. ഇത് മുളക് പൊടിക്കുന്നത്. ഇത് മല്ലി, മഞ്ഞളല്ല, കളറ് കാണുമ്പോൾ അറിയാം. ഇപ്പൊ ഇതന്നെ മതി ചേട്ടാ. ഇത് അരി, ഗോതമ്പ് അല്ലേ? ഇത് കാപ്പിക്കുരു വറുത്ത് പൊടിക്കുന്നത്. എല്ലാത്തിനും ഓരോ ഐറ്റം അല്ലേ? അല്ല പിന്നെ പൊടി എല്ലാം കൂടെ ഒരുമിച്ച്. ഇത് കാപ്പിക്കുരു കുത്തുന്ന മെഷീൻ. കാപ്പിക്കുരു കുത്തി ഇവിടെ പൊടിക്കും അല്ലേ? വറുത്ത കഴിഞ്ഞ് പൊടിക്കും. കാപ്പിക്കുരു വറക്കുന്ന മെഷീനാണ്. കണ്ടോ പ്രേക്ഷകരെ, നോക്കിയേ, കാപ്പിക്കുരു വറുത്ത് അപ്പുറത്ത് ചെന്ന് അത് പൊടിച്ച് അല്ലേ? എല്ലാം ഓരോ സെക്ഷനാണ് കേട്ടോ. ഇത് തന്നെ മതി ചേട്ടാ. കൊപ്ര ആട്ടുന്ന മെഷീൻ. കൊപ്ര ആട്ടുന്ന വെളിച്ചെണ്ണ. അത് ശരി, ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലൂടെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. വറക്കലും പൊടിക്കലും മിഷനറികളും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ അണിയറ സ്റ്റോഴ്സിലെ ഒരു നമ്പരും കാര്യങ്ങളും ഞങ്ങളിവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾ വിളിച്ചാൽ മതി. എല്ലാ കാര്യത്തിനും മധുചേട്ടൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ പ്രേക്ഷകരെ, അണിയറ ഫുഡ് പ്രോഡക്റ്റും സൂപ്പർ മാർക്കറ്റും നമ്മൾ കണ്ട സ്ഥിതിക്ക് അണിയറയിലെ വെജിറ്റബിൾസ് കൂടെ നമുക്കൊന്ന് കാണണ്ടേ? അവിടുത്തെ ചേച്ചിമാരാ ഒന്ന് കണ്ട് പരിചയപ്പെടാം. നല്ല വൈബാ. വാ ചേച്ചിമാരെ, നമസ്കാരമുണ്ട്. ഇതാണ് ഇവിടുത്തെ ചേച്ചിമാര്.
ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകളൊന്നും അല്ല കേട്ടോ, ഇവിടുത്തെ ചേട്ടന്മാരുടെ ഭാര്യമാരാണ്. എല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് പറഞ്ഞു? സജിമോള്. രണ്ടാമത്തെ രമ ചേച്ചിയാണ്. സിന്ധു ചേച്ചി. മഞ്ജു ചേച്ചി. കണ്ടോ? അപ്പം ചേച്ചിമാരെ എങ്ങനെയുണ്ട് പച്ചക്കറി കച്ചവടമൊക്കെ? അത് നമുക്ക് ചോദിക്കാം അല്ലേ? അടിപൊളി കച്ചവടം. കണ്ടോ? 4 പേരും കൂടെ ഒരുമിച്ച് നിന്നാണ്. ഇത് ആരാ ഈ കൂടുതൽ മാനേജർ? ആരാ? എല്ലാം മാനേജർമാരാണ്. ഇവരെല്ലാം മാനേജർമാരാണ്. എല്ലാരും ഓളിനോളല്ലേ? അത് ശരി. തൊഴിലാളി മുതലാളി ഒന്നുമില്ല, ഇവിടെ എല്ലാരും ഓളിനോളാണ്. അപ്പൊ ചേച്ചി എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ കച്ചവടങ്ങൾ. ഇതെങ്ങനെയുണ്ട്? ഇതൊക്കെ എത്ര ദിവസം പഴക്കമുള്ള? ഇത് അന്നു വരുന്ന പച്ചക്കറികളാണ്. ഞങ്ങൾ നല്ല കൊടുക്കാറില്ലല്ലേ? ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അപ്പൊ ഡെയിലി വരുന്ന പച്ചക്കറിയാണ് നമുക്കല്ലേ? ഫ്രഷ് സാധനമാണ് നമ്മുടെ അണിയറയിലെ വെജിറ്റബിൾസ്. ഇവിടെ അങ്ങനെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ സാധനങ്ങൾ കൊടുക്കും? എത്തിച്ചു കൊടുക്കും. പച്ചക്കറികളും എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നിങ്ങൾ സാധനം കൊടുക്കും? എത്തിച്ചു കൊടുക്കും. അപ്പൊ ഓർഡർ അനുസരിച്ച് അതും നമ്മൾ കൊടുക്കും, ന്യായമായ വിലയ്ക്ക് കൊടുക്കും. അണിയറയിലെ വിശേഷങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഈ ചേച്ചിമാര്, ഇവിടുത്തെ ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാര്, ഈ ഒരു കൂട്ടായ്മ, ഇവരുടെ യോജിപ്പ് കണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാനും കിട്ടത്തില്ല. ഇവരുടെ യോജിപ്പ് തന്നെ ഒരു മാതൃകയാണ്. ഇതൊക്കെ നമുക്ക് തികച്ചും ഒരു അനുഭവം തന്നെയാണ്. ഇത് തന്നെയാണ് ഇവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ വിജയവും. നമുക്കൊരു ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ പേരെന്ന് പറയാം? സതീഷ് കുമാർ. എവിടെ സ്ഥലം? ഇവിടെ തന്നെ അല്ലേ? ഇവിടെ മിക്കവാറും വരുന്നതാണ്. എങ്ങനെ ഇവിടുത്തെ കച്ചവടങ്ങളും സാധനങ്ങളും? നല്ല കച്ചവടം അല്ലേ? നല്ല ഫുഡാ. അപ്പോൾ അണിയറയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ കറുകച്ചാലുള്ളവരും ഇതിലെ പോകുന്നവരും ഈ വീഡിയോ കാണുന്നവരും ഈ അണിയറയിലെ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. മതിച്ചേട്ടാ, അപ്പോൾ സംഗതിയൊക്കെ ജോറാ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ അണിയറയിൽ വന്ന് കാണാൻ സാധിച്ചത്. വളരെ നന്ദിയുണ്ട്. പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് തുടങ്ങാം. കറുകച്ചാല് ഭാരത് ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ്. അവിടെയാണ് ഒരു 2-3 ചേച്ചിമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് വള്ളം ഉണ്ടാക്കിക്കുക. ആദ്യം വള്ളം ഉണ്ടാക്കുന്നവർക്ക് ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ അടിപൊളി ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ സ്റ്റാർട്ട്, തുടങ്ങിക്കോ. അതിവിടെ ഒരു ചേച്ചി വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞു. പേര് പറഞ്ഞേ? രമ്യ. രമ്യ ചേച്ചി വെള്ളം ഉണ്ടാക്കി. ചേച്ചി പേര് പറഞ്ഞേ? സിന്ധു. കൊടുത്തു. കണ്ടോ, ചുണ്ടൻ വെള്ളം കെട്ടുവെള്ളം എല്ലാം ഈ പോകുന്നു. ഇവിടെ ഉണ്ടാ, ഇത് പച്ചിലേടത്തി ഉണ്ടനൊക്കെയാ പണിത് വെച്ചേക്കുന്നത്. അടിപൊളി. അപ്പൊ പ്രേക്ഷകരെ, നമ്മുടെ ഒന്നാം തരം ചുണ്ടൻ വെള്ളം നമുക്കിവിടെ പണി റെഡിയായി കിട്ടിയിരിക്കുവാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം പൊള്ളിക്കാം. അപ്പൊ 3 പേരും വെള്ളം ഇവിടെ ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയ ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞേ? രമ്യ. ഞാൻ പേര് പോലും ചോദിച്ചില്ല. അപ്പൊ രമ്യ ചേച്ചി ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞു. എന്നാ ചെയ്യാനെന്ന് പറയാം. കിറ്റ് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഞങ്ങൾ തുടങ്ങാൻ പറയുന്നതിന് മുമ്പ് തുടങ്ങി. രമ്യ ചേച്ചി അടിപൊളിയായിട്ട് ഉണ്ടാക്കി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ഒപ്പിച്ചു. അപ്പൊ എന്തായാലും ട്രാവൽ ടൂറിസത്തിന്റെ അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുവാണ്. ഇതിനകത്ത് അരിപ്പൊടി ഉണ്ട്, റവ, പുട്ടുപൊടി, ഇഡലിപ്പൊടി, പിന്നെ കറി പൗഡറുകളുണ്ട്, ഫിഷ് മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല, സാമ്പാർ പൗഡർ, എല്ലാ ഐറ്റംസും കൂടെ ഗിഫ്റ്റ് കൊടുക്കുവാണ്. ഹാപ്പിയായോ? അപ്പൊ ഓക്കെ, ബൈ. നമ്മുടെ ഈ മത്സരത്തിന് പങ്കെടുത്ത 2 ചേച്ചിമാർക്കും പേരെന്ന് പറഞ്ഞേ? ഉഷ ചേച്ചി. സങ്കടപ്പെടണ്ട. ചേച്ചി പേര് പറഞ്ഞേ? സിന്ധു ചേച്ചി. എല്ലാവരും അടിപൊളിയായിട്ട് ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് കൂടെ താങ്ക്സ് എല്ലാവർക്കും. ഓക്കെ. അപ്പൊ കറുകച്ചാല് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു അടിപൊളി ഒരു നാരങ്ങ വെള്ളത്തിന്റെ കടയാണിത്. അത്യാവശ്യം ചൂടത്തൊക്കെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റുന്ന സോഡാ നാരങ്ങ വെള്ളമൊക്കെ ഉള്ളൊരു
അടിപൊളി ടോപ്പാണ്. നമ്മൾ ആ കടക്കകത്ത് കയറി എല്ലാരും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, പേര് പറഞ്ഞ വള്ളംകളി മത്സരത്തിന് പങ്കെടുത്ത ചേച്ചിയാണ്. എന്റെ പേര് സിന്ധു. ചേച്ചി അപ്പൊ ഇവരാരൊക്കെയാ സ്റ്റാഫ്? എനിക്കറിയത്തില്ല. ചേച്ചി അനിയത്തിയോ? ആണല്ലേ? ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞു അങ്ങനെ മാറി നിൽക്കുന്നു, പറയണ്ടേ? എവിടെ താമസിക്കുന്നു? ഞാൻ ശേലക്കൊമ്പ്. ബാബുചേട്ടൻ എന്തൊക്കെയോ കറുകച്ചാലിനെ പറ്റി പറയണം. ഇവിടെ എല്ലാം കണ്ടമായിരുന്നു, ചാലുമായിരുന്നു. ഏതാ നമ്മുടെ ഈ സ്റ്റാൻഡൊക്കെ മുഴുവൻ സ്റ്റാൻഡ്. അത് ശരി, സ്റ്റാൻഡൊക്കെ പണ്ട് കണ്ടമായിരുന്നു. കണ്ടവരെന്ന് നികത്തിയാണ് ഇവിടെ എല്ലാം ഉണ്ടായത്. ബസ്സിന്റെ സ്റ്റാൻഡ് ഇവിടെ തൊട്ട് മണിമല റോഡ് വരെ വെള്ളം കയറി കിടക്കും. ആണോ? ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് വേണുരാജ്. എവിടെ താമസിക്കുന്നത്? ഞാൻ ഈ കരച്ചാലി തന്നെയാണ്. 50 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 50 വർഷമായിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കൊടുങ്ങൂരിന്ന് വരുന്ന സമയത്ത് ഈ ഡെവലപ്മെന്റ് ഒന്നും ഇവിടെ ഇല്ല. 50 വർഷം മുമ്പ്. 50 വർഷം മുമ്പ് ഇവിടെ നിങ്ങൾ വെട്ടിക്കളഞ്ഞ ഒരു വലിയ താന്നിമരമുണ്ട്. അതിന്റെ മൂട്ടിലൊരു കുഞ്ഞു മാടക്കട മാത്രമേ ഉള്ളൂ. പിന്നെ ടൗണിൽ 1-2 കുഞ്ഞു കടകളും മാത്രം. പ്രഷറെ ഒരു ചരിത്രപരമായ ഒരു കാര്യമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. മണിച്ചിത്രത്താഴിനകത്ത് മോഹൻലാൽ ഗംഗയോട് പറയുന്ന പോലെ 150 വർഷം പഴക്കമുള്ള ഒരു ചിലങ്ക എന്ന് പറയുന്നത് തന്നെ 150 വർഷം പഴക്കമുള്ള ഒരു താന്നി ഇത് വെട്ടിക്കളഞ്ഞു. അതിന്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ചരിത്ര പ്രധാനമായ കാര്യങ്ങൾ ഇതിനകത്തുള്ളതാണ്. നമുക്ക് ഇതൊക്കെ അറിയാവുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കണ്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ഞങ്ങളിപ്പോ പരിചയപ്പെട്ടതാണ്. ഈ താന്നിയെ പറ്റി എന്തെങ്കിലും താന്നിയെ കുറിച്ച് പറയാം. അതിനൊന്ന് പേരൂടെ പറഞ്ഞേ. എന്റെ പേര് വേണുരാജ് എന്നാണ്. താമസം ഇവിടെ അടുത്ത് കരച്ചാലിന്റെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കും. ഈ താന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 50 വർഷമായി. 50 വർഷം മുമ്പ് വരുമ്പോഴും ഇതേ സൈസിലാണ് ഈ താന്നി നിൽക്കുന്നത്. ശരിക്കും ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 4 പേര് വട്ടം പിടിച്ചാൽ എത്തത്തില്ല, അത്രയ്ക്ക് വലുപ്പമല്ലേ. കറുകച്ചാലിന്റെ ഹൃദയത്തിലെ അടിപൊളി കളക്ഷൻസ് ഉള്ള SM നമ്പർ 1 ഫാഷൻ ടെക്സ്റ്റൈൽസിന്റെ വിശേഷങ്ങളും അടിപൊളി കളക്ഷനും കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ SM നമ്പർ 1 ഫാഷൻ അകത്തെത്തിയിരിക്കുകയാണ്. നോക്കിയേ എന്നെ വൈബ് അല്ലേ. അതിവിശാലമായ ഒരു ഷോറൂമാണ് SM നമ്പർ 1 ഫാഷൻ. ഇവിടുത്തെ എല്ലാ അടിപൊളി കാഴ്ചകളും നമുക്ക് ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചറിയാം. ഹലോ നമസ്കാരം. എന്നാ ഉണ്ടെന്ന് വിശേഷം? എന്താ പേര്? ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് കറുകച്ചാലി വന്നപ്പോൾ അറിയാൻ പറ്റി. അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് ഞങ്ങളുടെ പ്രേക്ഷകരെ കാണിക്കാനാണ്. അത് നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമുക്ക് ഷർട്ടിൽ നിന്ന് തുടങ്ങാം. ഷർട്ട് ആകുമ്പോൾ 299 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഷർട്ട് ഇത് കേട്ടോ, 299 തൊട്ട് ഷർട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നൈറ്റി ആണെങ്കിൽ പോലും നമുക്ക് 99 രൂപ തൊട്ട് നൈറ്റീസ് വരുന്നുണ്ട്. 99 രൂപ നൈറ്റി നൈറ്റീസ് 99 രൂപ തൊട്ട് ബെഡ്ഷീറ്റ് ഉണ്ട്. നമുക്ക് മുണ്ടാണെങ്കിൽ പോലും ഇപ്പൊ 99 രൂപ തൊട്ടുണ്ട്. ഭയങ്കര റിഡക്ഷൻ അല്ലേ? തീർച്ചയായിട്ടും 99 രൂപയുടെ ഇതുണ്ടോ. ടീഷർട്ട് ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ട്രാക്ക് പാന്റ് ഒക്കെ വരുന്നുണ്ട്. 99 രൂപയ്ക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ട്രാക്ക് പാന്റ് 99 രൂപ ഉള്ളൂ. ടീഷർട്ട് എല്ലാം ഉണ്ട് 99 രൂപ. ഇതുണ്ടോ, ഇത് 499 2 മുണ്ട്. വൈറ്റും ഡബിൾ മുണ്ടല്ലേ? 499 വൈറ്റ് മുണ്ടൊക്കെ ഭയങ്കര റിഡക്ഷൻ ആട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ നിഷ, നമുക്ക് അടുത്ത നെക്സ്റ്റ് ഐറ്റം നമുക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ടുള്ള സെറ്റ് മുണ്ട് വന്നിട്ടുണ്ട്. 299 ഇത് കണ്ടോ, സെറ്റ് മുണ്ട് അല്ലേ? 299 ഉള്ളൂ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതേണ്ടേ, ധാരാളം അടിപൊളി കളക്ഷൻ ആണ്. ഇത് സെറ്റ് മുണ്ടും സെറ്റ് സാരി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പാണ്. നമുക്ക് ടോപ്പ് കാണാൻ പോവാം. ടോപ്പിന്റെ ഇപ്പത്തെ ഒരു ഓഫർ എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് 499 2 ടോപ്പാ. ഇത് എടുക്കുമ്പോ ഒന്നുകൂടെ ഫ്രീയാ. അത് ശരി. ഒന്നെടുക്കുമ്പോ ഒന്നുകൂടെ ഒരു ടോപ്പ് എടുത്താൽ ഒരു ടോപ്പ് ഫ്രീ. ഇഷ്ടമുള്ള എടുക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കളക്ഷൻ ആണ്. നിഷ, കളക്ഷൻ ഒരു രക്ഷയില്ലല്ലോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കിയുണ്ട്, കണ്ടേക്കാം. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഭയങ്കര തിരക്കാ കേട്ടോ, ഒരു രക്ഷയില്ല. ഇടിച്ച ആൾക്കാരാണ്, നമുക്ക് അതിന് ഇടയ്ക്ക് കൂടെ കാണാം. ഇതുണ്ടോ, ഇതൊക്കെ നമുക്ക് പുതിയ വന്ന കളക്ഷൻസ് ആണ്. കോഡ് സെറ്റ് പുതിയ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. 500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇവിടെ തിരക്കാണ് കണ്ടോ, ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ് നമുക്കിവിടെ. അതുകൊണ്ട് നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. നമുക്ക് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, വൈഫിനൊക്കെ ആവശ്യം ഡെയിലി യൂസിനായിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും കാണണം. റേറ്റ് എന്താണെന്നറിയോ? റേറ്റ് എത്ര? വെറും 149 രൂപ. വെറും 149 രൂപ കേട്ടോ, ടോപ്പൊക്കെ അല്ലേ? ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതേണ്ടേ, ഇത് കണ്ടോ, എല്ലാ കളറും ഉണ്ട്, എല്ലാം വെറൈറ്റി ഡിസൈൻ ഉണ്ട്. നമുക്ക് ഡെയിലി യൂസിനായിട്ടുള്ള വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനം അല്ലേ? ഡെയിലി യൂസിനായിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നിഷ, നമുക്ക് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ പിന്നെ ഇഷ്ടം പോലെ. അത് കണ്ടോ, അങ്ങോട്ട് നോക്കിയേ, എന്തേലും ഐറ്റം നോക്കിയേ. ക്രിസ്മസിന്റെ ഐറ്റംസും ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നിഷ, ഇതൊക്കെ ഒന്ന് കാണിക്കാവോ? പിന്നെന്താ, കാണിക്കാലോ. ഏതായാലും ക്രിസ്മസ് ഐറ്റംസ് ആയിരിക്കും. അതെ അതെ, നമുക്കിത് പിന്നീടും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇത് കണ്ടോ, നമുക്ക് എല്ലാ സൈസിലും ഉണ്ടേ.
എല്ലാ സൈസും ഉണ്ടല്ലേ? മീഡിയം ടു 5XL വരെ വരുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. അംബ്രല വേണേലും ഉണ്ട്, സ്ലിറ്റ് ഉണ്ട്, എല്ലാ പാറ്റേണും ഉണ്ട്. സ്ലീവ്ലെസ് വേണേലുണ്ട്. സ്ലീവ്ലെസ് ആണ്, കൈ അകത്തുണ്ട്. കൈയകത്തുണ്ട്, ആവശ്യമുള്ളവർക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. അതിന് തന്നെ വൈറ്റ് ഉണ്ട്. ടോപ്പിന്റെ ഒരുപാട് കളക്ഷൻ പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് മീഡിയം ടു 5XL വരെ വരുന്നുണ്ട് ടോപ്പ്. എല്ലാ അളവിലും ഉണ്ടല്ലേ? ഇത് കണ്ടോ, ഇപ്പത്തെ ഒരു മോഡലാ. ഇതൊക്കെ എന്നാ റേറ്റ് ആണ്? ഇതൊരു 800 സംതിങ് ഒക്കെ റേറ്റ് വരും. അത്രേ ഉള്ളൂ അല്ലേ? കോളർ ഉള്ളതുണ്ട്. 499 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 499 സ്റ്റാർട്ടിംഗ് അല്ലേ? അല്ല 149 തൊട്ട് സ്റ്റാർട്ടിംഗ് ടോപ്പ് സ്റ്റാർട്ടിംഗ്. പിന്നെ നിഷ, നമ്മുടെ അടുത്ത ഐറ്റം വേറെ ഉണ്ട്, കിഡ്സിന്റെ ഉണ്ട്. ബാ, അതെവിടാ? മേലത്തെ ഫ്ലോറിലാ. ഇത് മേളിലും ഉണ്ടല്ലേ? പിന്നെ ഇഷ്ടം പോലെ. അത് ശരി, നമുക്ക് മേളിലോട്ട് പോവാം. ക്രിസ്മസ് കളക്ഷൻ ആട്ടോ ഇതെല്ലാം. ക്രിസ്മസ് കളക്ഷൻ അല്ലേ? കിഡ്സിന്റെ ക്രിസ്മസ് കളക്ഷൻ ആണ് ഇവിടെ. ഇതൊക്കെ ഫ്രോക്കിന്റെ സെക്ഷൻ ആണ്. ഇതെല്ലാം ഫ്രോക്കാണ്. ഫ്രോക്ക് അല്ലേ? അത് ശരി, ഒരു രക്ഷയില്ലല്ലോ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ്. ഇത് പെൺപിള്ളേരുടെ സെലക്ഷൻ അല്ലേ? ഇഷ്ടം പോലെ. ബോയ്സ് സെക്ഷൻ ഉണ്ട്, വേറെ ഉണ്ട്. ഉണ്ടല്ലേ? അപ്പം ധാരാളം സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം കളക്ഷൻ ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഇതുണ്ട് ക്രിസ്മസിന് കുഞ്ഞു പിള്ളേർക്ക് പാപ്പയാകാനുള്ള ഐറ്റങ്ങളാണ്. നോക്കിയേ, ഇതൊക്കെ ഒന്ന് എങ്ങനെയാന്ന് കാണിച്ചു തരുന്നത്. ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ്. അതുപോലെ സ്പെഷ്യല് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കുള്ള അല്ലേ? ആൺകുട്ടികൾക്കുള്ള ഷർട്ടുകളാണ്. നല്ല വെറൈറ്റി ആണോ? സൈസ് വരുന്നത് 20 to 36 സൈസ് വരെ വരുന്നത് അല്ലേ? ഓക്കെ. നല്ല വെറൈറ്റി കളക്ഷൻ ആട്ടോ. നല്ല പാറ്റേൺ ഒക്കെ നല്ല അടിപൊളിയാണ്. ഇനി അടുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ നിഷ? പറ്റും. സാരി. അതെ, സാരി. പിന്നെ വേണോന്നോ? തീർച്ചയായും. റേറ്റ് സ്റ്റാർട്ടിങ് 189 രൂപ. 189. എന്റെ പൊന്ന്, ഒരു രക്ഷയില്ലേടാ. അടിപൊളി സാരി, അടിപൊളി അല്ലേ? 189 മുതൽ സ്റ്റാർട്ടിങ് ആണ്. അടിപൊളി, നല്ല സൂപ്പറാണ്. കളക്ഷൻ ഒക്കെ ഒരു രക്ഷയില്ല. വിചിത്ര സിൽക്ക് അല്ലേ? ഓ, അത് ശരി. നമുക്ക് സ്കേർട്ടൊക്കെ ആണെങ്കിലും പട്ടോടയൊക്കെ തയ്ക്കാനൊക്കെ അടിപൊളിയല്ലേ? ഓ, അടുത്ത് അയ്യോ, ബ്ലൗസും ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ റെഡിമെയ്ഡ് നമുക്ക് സെപ്പറേറ്റ് ബ്ലൗസും വരുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചം കേട്ടോ. സാരിയൊക്കെ ചേച്ചിക്ക് ചേച്ചിക്ക് നോക്കണം. പിന്നെ അതല്ല നമ്മള് വന്നത്. അതെ, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. കളർ, എല്ലാ കളറും ഉണ്ട് ഇതിന്റെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നിഷ, ഇതിന്റെ ഐറ്റംസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് യൂണിഫോം ഒക്കെ ആയിട്ട് കൂടുതൽ കളക്ഷൻ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. നമുക്ക് എത്ര പീസ് വേണേലും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് തന്നെ റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്. ഒരു 50 പീസ് വേണേലും നമുക്ക് കൊടുക്കാൻ പറ്റും. ബ്ലൗസും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിംഗിൾ ആയിട്ടാണേലും ഉണ്ട്. എല്ലാ റേറ്റിലും കൊടുക്കും. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 189 രൂപ. 189 രൂപ. ആ റേഞ്ചിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ചേച്ചിയും കൂടെ കൊണ്ടിരുത്തില്ലായിരുന്നു, ഇഷ്ടം പോലെ കാണിക്കായിരുന്നു ലൈറ്റും ഒക്കെ. പിന്നെ വേണ്ടേ? വേണം, അമ്മയ്ക്കും വേണം, ചേച്ചിക്കും വേണം, പിള്ളേർക്കും വേണം. ഞങ്ങള് വരുന്നുണ്ടെന്നേ. ഇതുണ്ടോ ക്രിസ്മസിനായിട്ടുള്ള സാരി? ക്രിസ്മസിന്റെ കോട്ടൺ അല്ലേ? ഇഷ്ടം വേറെ കളക്ഷൻ. ബ്ലൗസും ഉണ്ടല്ലേ? വിത്ത് ബ്ലൗസാ വരുന്നത്. ഇതിന്റെ തന്നെ കളക്ഷൻ ആയതല്ലേ? ഇഷ്ടം പോലെ ഉണ്ട് കളക്ഷൻ. പ്രിന്റുണ്ട്, ത്രെഡ് വർക്ക് വരുന്നല്ലേ? ഇതൊക്കെ പ്രിന്റ് വർക്ക് ആയതുണ്ടോ? പ്രിന്റ് വർക്കാണ്. ഒരു അടിപൊളി സംഭവം. ഫ്ലോറൽ പ്രിന്റ് വരുന്ന കണ്ടോ? ഡിജിറ്റൽ പ്രിന്റ് ആണിത്. അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്റെ പൊന്നു, ഇതിനെല്ലാം ചേട്ടാ റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ടല്ലേ? ഇപ്പത്തെ റേറ്റിന് വെറും 499 രൂപ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടുത്തെ സാരി അല്ലേ? കണ്ടോ? ബ്ലൗസ് കണ്ടോ? വിത്ത് ബ്ലൗസ് അല്ലേ? 199 രൂപയുള്ളൂ. 199 രൂപ ബ്ലൗസ് അതല്ലേ? റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. ഇതിൽ കൂടുതൽ എന്നാ വേണ്ടേ? അപ്പോൾ SM നമ്പർ 1 ഫാഷന് വന്നാൽ ഇതെല്ലാം നിങ്ങൾക്കും തീർച്ചയായും ലഭിക്കും. ഇപ്പൊ നിഷ ഭാര്യയ്ക്ക് എടുത്തു, അമ്മയ്ക്ക് എടുത്തു, മകൾക്ക് എടുത്തു. നീ എനിക്കില്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് നോക്കാം ഉണ്ടോ. ക്രിസ്മസ് സ്പെഷ്യൽ തന്നെ അങ്ങ് ആയാലോ? ആയിക്കോട്ടെ. ഇത് കണ്ടോ? ക്രിസ്മസ് സ്പെഷ്യൽ ഇഷ്ടപ്പെട്ട കളറാണ്. നോക്കാനൊന്നും ഇല്ല. ഇതുണ്ടോ? അടിപൊളി. ഇട്ട് കഴിഞ്ഞാല് വേറെ ലെവലാകണ്ട. സെറ്റാണ്. ഇതുണ്ടോ? സെറ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം മുണ്ട് കൂട്ടി അല്ലേ? ഓ, അത് ശരി. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. മുണ്ടുകൊണ്ട് അടിപൊളി. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലല്ലേ ഇതെല്ലാം? അതിന്റെ എല്ലാ കളക്ഷൻസ് ആണ് ഈ വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ന്യൂ മോഡല്.
എന്നാ അടുത്ത നെക്സ്റ്റ് ഇനി അടുത്ത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ഉള്ളത്. റണ്ണിങ് മെറ്റീരിയൽ അല്ലേ? ക്രിസ്മസിന്റെ ആന്ന് പറഞ്ഞാലും കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ക്രിസ്മസിന്റെ കളക്ഷൻ. ഫുള്ള് റണ്ണിങ് മെറ്റീരിയലാ വരുന്നത്. ഓ അത് ശരി. ഇത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ക്രിസ്മസിന് വേണ്ടി സെറ്റ് ചെയ്തത്. ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ആവശ്യത്തിന്. ഇത് നമുക്ക് എന്തേലും വെള്ളം ഉണ്ട്. ഇത് റെസ്കോഡ് ആയിട്ടൊക്കെ വെള്ളം നമുക്ക് കൊടുക്കാനുള്ളതുണ്ടല്ലേ? അതിന്റെയൊക്കെ ധാരാളം കളക്ഷൻ ആട്ടോ ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ സെക്ഷൻ എല്ലാ റേറ്റിലും വരുന്നുണ്ടേ. മല പോലെ കൂട്ടിയിട്ടേക്കും ഇവിടെ എല്ലാ ഐറ്റംസും. മനീഷ ഇതെല്ലാം നൈറ്റ് സെക്ഷൻ അല്ലേ? ഇത് നൈറ്റ് പീസ് ആണ്. നൈറ്റ് പീസ് ആണ്. റേറ്റ് ആണെന്നറിയോ? 79 രൂപ തൊട്ട് സ്റ്റാർട്ട് 79 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 3.5 മീറ്ററാ വരുന്നത്. 3.5 മീറ്റർ. ഇത് കണ്ടോ, നമുക്ക് ടോപ്പും തയ്ക്കാം നൈറ്റിയും തയ്ക്കാം. ടോപ്പും നൈറ്റിക്കും പറ്റും അല്ലേ? 3.5 മീറ്റർ വരുന്നത്. 79 രൂപ റേറ്റ് വരുന്നുള്ളൂ. അടിപൊളി. 79 രൂപ സ്റ്റാർട്ടിംഗ് അല്ലേ? കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, പല വെറൈറ്റി കളറുകളാണ്. നോക്കിയേ, ഏത് വേണേലും സെലക്ട് ചെയ്യാം. നിഷ ഒരു രക്ഷയില്ല കേട്ടോ, തകർത്ത് കളഞ്ഞു. ഇനിയോ ഇനിയിപ്പോ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നുണ്ട്. നമുക്കെല്ലാം ഒന്ന് അടിച്ചു തകർത്ത് വീണ്ടും എല്ലാം കാണിച്ചല്ലേ. ഇത്രയും വിലക്കുറവുള്ളതുകൊണ്ട് നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നിഷയാണ് നമ്മളെല്ലാം കാണിച്ചു തന്നെ അടിപൊളിയായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നെ. തീർച്ചയായിട്ടും കുടുംബസമേതം വന്നിരിക്കും. അപ്പോൾ കറുകച്ചാലുള്ള എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവര് തീർച്ചയായിട്ടും SM നമ്പർ 1 സിൽക്കിലെ കളക്ഷൻസ്, അടിപൊളി കളക്ഷൻസ് ഓടി വന്ന് വാരിക്കൊണ്ട് പോകാന്നേ. അതിന് മാത്രം കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പം ഇവിടുത്തെ എല്ലാവരും ഈ കളക്ഷൻ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നമ്മളിപ്പോൾ കറുകച്ചാലിൽ മണിമല റോഡിലുള്ള ഒരു നമ്പർ 1 ഇലക്ട്രോണിക്സ് സെയിൽ ആൻഡ് സർവീസിന്റെ കടയാണ് കാണാൻ പോകുന്നത്. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? അരുൺ ഇലക്ട്രോണിക്സ്. ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസും അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും നമുക്ക് പരിചയപ്പെട്ടാലോ? വാന്നേ. അങ്ങനെ നമ്മൾ അരുൺ ഇലക്ട്രോണിക്സിന്റെ വിശേഷങ്ങൾ കാണാൻ പോവുകയാണ്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാ ഉള്ളത് വിശേഷമൊക്കെ? വേറെന്ന് പറയാമോ? സജിത്ത്. ഞങ്ങൾ ഇവിടുത്തെ കറുകച്ചാലി വന്നപ്പോഴാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഇലക്ട്രിക്കൽസ് ഐറ്റംസും ഗിഫ്റ്റ് എല്ലാം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് കാണാൻ, ഞങ്ങളുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാനൊക്കെയാണ് വന്നത്. അതുപോലെ എറണാകുളം പള്ളിമുക്കിൽ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ്, അവിടെ കിട്ടാത്ത ഐറ്റംസ് വരെ നമുക്ക് ഈ അരുൺ ഇലക്ട്രോണിക്സിൽ വന്നാൽ കിട്ടും. അപ്പൊ എങ്ങനെയാ നമ്മുടെ എല്ലാ ഐറ്റംസുകളും ഒക്കെ ഒന്ന് ഞങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമോ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സ്മോൾ ഐറ്റംസ് ഇരിക്കുന്നുണ്ടോ? LED ലാമ്പ് ഉണ്ട്, സോളാർ മിനി ക്യാമറ ഉണ്ട്, നോക്കിയേ മിക്സി ഉണ്ട്, ഹാൻഡ് മേക്കർ ഉണ്ട്, പ്രഷർ കുക്കർ ഉണ്ട്, അയൺ ബോക്സ് ഉണ്ട്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ ഇലക്ട്രിക്കൽസും ഇലക്ട്രോണിക്സും ഐറ്റംസ് നമ്മൾ അകത്ത് കാണാൻ കിടക്കുവാണ്. അതാണ് ഇവിടെ കാണേണ്ടത്. അടിപൊളി. ഇവിടെയാണ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഐറ്റംസിന്റെ കളക്ഷൻ ആണ്. നമുക്ക് എല്ലാം ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. ഇതോടെ ഇതന്നെ സംഭവം. ഇതാണ് സൗണ്ട് ബാർ. സൗണ്ട് ബാർ അല്ലേ? പുതിയ സിസ്റ്റം ആണ് വരുന്നത്. ശരി, ഹോം തിയേറ്ററിന്റെ ഒക്കെ ഒരു മോഡലായിരിക്കും. ഹോം തിയേറ്ററിനെക്കാളൊക്കെ കൂടിയ മോഡലാണ്. കൂടിയ മോഡൽ അല്ല, അടിപൊളിയായിരിക്കും. അട്ടിപ്പം സാധനം അല്ലേ? ഒരു രക്ഷ. ഇതൊക്കെ എന്നാ അപ്പൊ? അത് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീക്കേഴ്സ് ആണ്. മൈക്ക് ട്രോളി സ്പീക്കർ. ഓ അത് ശരിയല്ലേ? മൈക്കും ഇത് വിത്ത് മൈക്കല്ലേ? വിത്ത് മൈക്കാണ്. ശരി. ഇതൊക്കെ ഒന്ന് പറഞ്ഞേക്കാവോ? ഇതെല്ലാം അതിന്റെ ചെറിയ ചെറിയ മോഡൽസ് ആണ്. ചെറിയ മോഡലാ സ്പീക്കർ, ലൈറ്റ് ഒക്കെ ഉള്ള ചെറിയ മോഡലാണ്. ഇതൊക്കെ നമുക്ക് സ്കൂളുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതെ, ചെറിയ ഹാളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു തിയേറ്ററിൽ അല്ലേ? മിനി തിയേറ്ററിനകത്ത് പറ്റുന്ന സംഭവം അല്ലേ? ഇങ്ങോട്ട് നോക്കിയെന്നേ, അത് കണ്ടോ എന്തോരോ ഐറ്റംസുകളാന്ന് നോക്കി. വെച്ചുവാണിക്കട നിരത്തി വെച്ചേക്കുന്നില്ലേ? ഹെഡ്സെറ്റ് മുതൽ ഇങ്ങോട്ട് കിടക്കും. എന്തൊക്കെ ഐറ്റംസ് ആണ് എനിക്ക് പോലും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. എല്ലാം ഉണ്ട് കേട്ടോ. കാൽക്കുലേറ്റർ, ടോർച്ച്, ബൾബ്, ഐറ്റംസുകൾ ഒരുപാടുണ്ട്. നോക്കി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ എന്തോ പിന്നെ വരുന്ന ഒരു വീടിനകത്ത് ആവശ്യമായ എല്ലാ സാധനങ്ങളും, അയൺ ബോക്സ് മുതൽ പ്രഷർ കുക്കർ നോക്കിയ എന്തോ ഒരു ഐറ്റംസ് ഉള്ള മിക്സി ഉണ്ട്. ഇതൊക്കെ മാത്രമല്ല കേട്ടോ, ഇവിടെ ഇതിന്റെ സെയിൽ മാത്രമല്ല, ഇതിന്റെ സർവീസിങ്ങും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്ന് സെയിലും സർവീസിങ്ങും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടത്താം. അതുപോലെ തന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നോക്കിക്കോ എന്നാ ഐറ്റംസ്. ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് പെണ്ണുങ്ങൾക്ക് മസിൽ പിടിക്കാതെ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. കണ്ടോ, പോക്ക് പോലെ ഇരിക്കുന്നുണ്ടോ?
ഇതൊക്കെ ഒരു ഐറ്റം തന്നെയാണ് സാധനം. അതുപോലെ തന്നെ മിക്സികൾ മാത്രമല്ല, അതിന്റെ സ്പെയർ ആയിട്ട് അതിന്റെ ജാറുകളൊക്കെ കിട്ടും കേട്ടോ. അതും കമ്പനി സാധനം കേട്ടോ. സുജാതയൊക്കെ ഇരിക്കുന്ന ജാറുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതും ഇവിടെ വന്നാൽ വാങ്ങിക്കാം. ഇത് കണ്ടോന്നേ, നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് തിയേറ്ററിൽ ഇരിക്കുന്ന പോലെ ബൂം ബൂം എന്നും പറഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് സിനിമയൊക്കെ കാണാനുള്ള സാധനമാണ് ഹോം തിയേറ്റർ. അത് മാത്രമല്ല, ഇത് കണ്ടോ, സ്പീക്കറുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇതുണ്ടോ, JBL നമ്മുടെ ഒക്കെ വെക്കാനുള്ള ഒരു സാധനമാണ്. ഇത് ചെണ്ടാന്ന് നമ്മൾ അറിയപ്പെടും, അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്. റേഡിയോ ഒക്കെ ഉണ്ടോ, റേഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാൾജി അല്ലേ. ഇത് എല്ലാ സാധനവും ഉണ്ടെന്ന് ഇവിടെ. ഇതൊക്കെ നല്ല മിതമായ നിരക്കിലാണ് എല്ലാ സാധനവും ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പല രീതിയിലും പല വെറൈറ്റിയിലുമുള്ള ഡിസൈനിലുള്ള അടിപൊളി വെറൈറ്റി ക്ലോക്കുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം സാധനമാണ്. ഇത് കണ്ടോ അമ്മമാരെ, നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കണ്ടോ, ഗ്ലാസിന്റെ ഗ്യാസ് സ്റ്റവ്. ഇതൊക്കെ വളരെ വിലക്കുറവിലാണ് ഇവിടെ കിട്ടുന്നത്. ഇതൊക്കെ അരുൺ ഇലക്ട്രോണിക്സിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ ചാർജർ, ഹെഡ്സെറ്റ്, എല്ലാ സാധനവും ഇവിടെ ഉണ്ടെന്നേ. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ഗിഫ്റ്റ് ഐറ്റംസുകളുടെ ഒരു കളക്ഷനാണ് അരുൺ ഇലക്ട്രോണിക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിട്ടാത്ത സാധനമില്ല. ഇത് കണ്ടോ, എന്നാ ഒരു രസമല്ലേ കാണാൻ. ഇതെന്നാ സാധനം അറിയാവോ? ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. അത് പാട്ടൊക്കെ ഇട്ട് കൊടുത്താണല്ലോ, നല്ല ഗുമ്പെന്നും പറഞ്ഞിരിക്കും. അടിപൊളി. ചെറുതും വലുതുമായി LED TVകൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, വൻകിട കമ്പനികളുടെ ഗൂഗിൾ TVയും ഇവിടെ ഉണ്ട്. കണ്ടോ, സ്മാർട്ട് TV ഒക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാ കമ്പനിയുടെ ഉണ്ട്. അത് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ EMI സംവിധാനവും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. ചുട്ടുപൊള്ളുന്ന കൊടും ചൂടിനെ കുളിർമയാകാനായിട്ട് ഇവിടെ കൂളറും എയർ കൂളറും അതുപോലെ തന്നെ ഫാനുകൾ, നിരവധി അനവധി എല്ലാ കമ്പനികളുടെ ഐറ്റംസുകൾ ഇവിടെ ഉണ്ടെന്ന് നോക്കിയേ. ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കപ്പുണ്ട്, അതുപോലെ ഗ്ലാസ്, അതുപോലെ പ്ലേറ്റ്, എന്തെല്ലാം സാധനങ്ങളാണ് ഇവിടെ. ഇല്ലാത്തതൊന്നും ഇല്ലെന്നേ. അപ്പോൾ നമുക്കിത് CCTV കുറിച്ച് മാത്രമേ അറിയാനുള്ളൂ. അതില്ല സാറേ നമുക്കിവിടെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്തൊക്കെയാ? നമ്മുടെ കമ്പനിയായിട്ടും അത് സെയിലും ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ അല്ലേ, 2 വർഷം വാറണ്ടി ഉൾപ്പെടെ. അപ്പോൾ നമുക്കിവിടെ ആൾക്കാർ എല്ലാം സെറ്റ് ചെയ്തെല്ലാം കൊടുക്കുന്നു. സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, കോട്ടയം ജില്ലയല്ല, കോട്ടയത്തിന് വെളിയിൽ എവിടെയാണല്ലോ, ഏത് ജില്ലയിലാണെങ്കിലും 2 വർഷം വാറണ്ടിയിൽ വീട്ടിൽ വന്ന് CCTV സെറ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ ഐറ്റത്തിന്റെയും റിമോട്ടുകൾ ഇവിടെ ലഭ്യമാണ്. ഇത് മാത്രമല്ല, എല്ലാവിധ സ്പെയർ പാർട്സുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ 35 വർഷമായിട്ട് ഈ കറുകച്ചാൽ മണിമല റോഡിൽ സജീവ പ്രവർത്തനം നടത്തുന്ന അരുൺ ഇലക്ട്രോണിക്സിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേടാ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ഇലക്ട്രോണിക് ഐറ്റംസുകൾ, അതായത് ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ എല്ലാം ഇവിടെ ഉണ്ട്. കളക്ഷന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ വന്ന് സെയിൽ ആൻഡ് സർവീസിങ്ങും അടിപൊളിയാണ്. അപ്പം ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കറുകച്ചാലുള്ളവരും ഈ വീഡിയോ കാണുന്നവരും ഇവരുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കേ. അപ്പോൾ കറുകച്ചാലിൽ നിന്ന് എൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 ചേട്ടന്മാരെ, ഈ കറുകച്ചാലിന്റെ ചരിത്രം മൊത്തം അറിയാവുന്ന 2 ചേട്ടന്മാരെ കിട്ടി. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ നമസ്കാരം. 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 ആ പേരെന്ന് പറയാവോ? എന്റെ പേര് VM ഡേവിഡ്. VM ഡേവിഡ്. അടിപൊളി പേരാണ്. പെൻഷനറാണ്. പെൻഷനറാണല്ലേ? വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരനായിരുന്നു. ഇവിടുത്തെ മാറ്റം വാസ്തവത്തിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ, ഗവൺമെന്റ് തലത്തിലുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ വാസ്തവത്തിൽ ഇവിടുത്തെ ജനങ്ങളും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരികയാണ്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ചേട്ടനുണ്ട്. ആ പേരെന്ന് പറയാം? എന്റെ പേര് CK രഘുനാഥൻ. എവിടെ താമസിക്കുന്നത്?
സ്ഥലം നെടുങ്കുന്നം പഞ്ചായത്ത്. എന്ത് ചെയ്യുന്നു? എനിക്ക് മേസ്ത്രിപ്പണിയാണ്. അതെ, ഇന്ന് ഇല്ലായിരുന്നു, വർക്കില്ലായിരുന്നു. ഇന്ന് വർക്കില്ലായിരുന്നു. ചുമ്മാ ടൗണ് കാണാൻ പറ്റിയ നമുക്ക് മത്സ്യ കാര്യങ്ങള് കടകള് സംബന്ധിച്ച് നമ്മുടെ നെടുങ്കുന്നം ടൗണിൽ കിട്ടുന്ന ശകലം വിലക്കുറവ് സാധനം കറുകച്ചാൽ ടൗണിൽ കിട്ടും. നമുക്കിവിടെ ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്, ഒരു ചേട്ടനെ കിട്ടുന്ന പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. ഇവിടെ വികസനം എന്ന് പറഞ്ഞ് ഇവിടുന്ന് വീതിയില്ല ഇവിടെ പാർട്ടികളായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് മുഴുവൻ വീതിയില്ല കിടക്കുന്ന ജനങ്ങൾ ചാകുന്നതല്ല. ഇവിടെ ട്രാഫിക് വരെ കിടക്കുന്നുണ്ടോ? റോഡിന് വീതിയില്ല. റോഡ് വീതിയില്ല, ട്രാഫിക് കിടക്കുന്നുണ്ടോ? ട്രാഫിക് തട്ടി ഇടിച്ച് കളയാ, ഇടിച്ച് കളയുന്ന വീതിയില്ല. എല്ലാം പൊളിക്കട്ട്, പൊളിക്കട്ടെ, എവിടെ തൊട്ട് പൊളിക്കേണ്ട സാധനങ്ങളാ. എന്തായാലും നമ്മുടെ വീഡിയോ വീതിയില്ല. ഇവിടെ മാത്രം ചങ്ങനാശ്ശേരി വീതി ഉണ്ട്. പാർത്താസിന്റെ പകുതി പോയി, ചങ്ങനാശ്ശേരി പാർത്താസിന്റെ പോയി, മാങ്ങോട് പോയി. കറച്ചാരി മാത്രം പോകാത്തല്ല, ഭരിക്കുന്ന ആൾക്കാരുടെ കുഴപ്പമാ. ഇവിടെ കറച്ചാരുണ്ടല്ലോ, കറച്ചാരി രാഷ്ട്രീയ പാർട്ടിയുടെ മുതലെടുക്കുന്ന പാർട്ടികളാ മുഴുവൻ. പേരൊന്ന് പറയാമോ? എന്റെ പേര് ആനയുടെ സേവർ കൂടത്തോടെ. എന്നെ വിളിക്കുന്നത് പായപ്പാടെന്ന് വിളിക്കത്തോടെ. കറുകച്ചാല് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് കടല വെക്കുന്ന ഒരു ചേട്ടനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു. നല്ല ചൂട് കടലയൊക്കെ തിന്നു കേട്ടോ, ചൂടാട്ടോ, നല്ല ടേസ്റ്റാണ്. ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ജോയി. എത്ര വർഷമായിട്ട് നടത്തുന്നു ഇവിടെ? ഞാൻ കടലക്കച്ചവടം 3 വർഷം കഴിഞ്ഞു. 3 വർഷം. അതിനൊന്ന് വേറെ പരിപാടിയായിരുന്നു, വണ്ടിയുടെ ഒക്കെ പരിപാടിയായിരുന്നു. എവിടെ താമസിക്കുന്ന? ഞാൻ ഇപ്പൊ 1 കിലോമീറ്റർ അപ്പുറം മാറി. ഞാൻ എന്റെ വീട് ഈ മേഴ്സി ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു. 72 മുതൽ ഇവിടെ നിന്ന് മാറി. എന്തായിരുന്നു മുമ്പുള്ള പരിപാടി? വണ്ടിയുടെ പണിയാ, മെക്കാനിക്കൽ പരിപാടിയൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഈ കറുകച്ചാലിലെ വിശേഷങ്ങളൊക്കെ നാട്ടുകാരുമായിട്ട് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കാൻ ഞങ്ങൾ പ്രേക്ഷകരെ സമ്മാനം ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പൊ നമ്മുടെ ചേട്ടനിവിടെ പണിത്തിറക്കിലാണ്. നമ്മളോട് സംസാരിച്ചിരുന്ന കടല കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞങ്ങള് ചേട്ടന്റെ ജോലി നടക്കണം. ചേട്ടാ കാണാം. ഓക്കെ, നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. കറുകച്ചാലിന്റെ കാഴ്ചകളുടെ വ്യത്യാസങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളാണ്. ഇവിടെ ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇവിടെ പണ്ട് കറുകച്ചാല്, അതായത് ചാലായിരുന്നാണ്. വാഴപ്പിണ്ടി കെട്ടിയിട്ട് ആൾക്കാർ നീന്തി നടന്നതും ചൂണ്ടയിട്ട് മീനെ പിടിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടില്ല. എന്തായാലും അതൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ 50 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. ഇവിടുത്തെ താന്നിമരത്തിനെ കുറിച്ച് 150 വർഷം വരെയൊക്കെയുള്ള താന്നിമരത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥകൾ നമുക്കിവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു. എന്തായാലും നല്ലൊരു അനുഭവമാണ് അതൊക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ കറുകച്ചാൽ ഒരുപാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങളാണെങ്കിലും കടകളാണെങ്കിലും ഏത് സ്ഥലത്തോട്ടാണെങ്കിലും ഇവിടുന്ന് കോട്ടയം, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മണിമല എല്ലാ സ്ഥലങ്ങളിലോട്ടും പോകാനുള്ള വണ്ടി സൗകര്യങ്ങൾ, ഗുരുവായൂർ വരെ പോകാനുള്ള ബസ് റൂട്ടുകൾ, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്മുടെ കറുകച്ചാൽ ഇപ്പം ഒരുപാട് വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മെട്രോ സിറ്റി പോലെ കറുകച്ചാൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാവൽ ടൂർസിന്റെ പാർട്ട് 3 നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമുകളും കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നല്ല ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യമുള്ളൂ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റുകളായിട്ട് അയക്കണം. അപ്പോൾ ട്രാവൽ ടൂർസ് ഇവിടെ തീരുന്നില്ല. കറുകച്ചാൽ വീണ്ടും എപ്പിസോഡ് 4 കാണാം. ബൈ.